Hi everyone, welcome back to my channel. So Sunday weekend episode ആണ് ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിലെ ഡേ 7. സോ ലാലേട്ടൻ്റെ ഇൻട്രൊഡക്ഷൻ, ലാലേട്ടൻ്റെ കിഡിലും ഷർട്ട്. ആ ഷർട്ട് ബിഫോർ ഗോയിങ് ടു ദാറ്റ്, ആ ഷർട്ടിനെ കുറിച്ച് രണ്ട് വാക്ക്. ആ ഷർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. അൽത്താസ് ഡ്രാഗന്റെ സിമ്പിള്. ഐ തിങ്ക് എംപുരാനിൽ ടുവേർഡ്സ് ദ എൻഡ് ഫോർ അസ്രായിലത്തെ ലൈക്ക് വില്ലന്റെ ഗ്യാങ്ങിന്റെ സിമ്പിൾ പോലെ തോന്നുന്നു, അറിയില്ല. അവിടെ എവിടെയോ കണ്ട പോലെ തോന്നുന്നു ഞാൻ എംപുരാനിലെ ആ ഒരു ഡ്രാഗന്റെ സിമ്പിൾ. യാ, വെരി നൈസ് ഷർട്ട്. യാ, മൂവിങ് ഓൺ ടു ബിഗ് ബോസ്. എന്തായാലും എവിക്ഷൻ എന്തായാലും ഉണ്ടാവുമെന്ന് ഉറപ്പായിരുന്നു, 100% കൺഫേംഡ് ആയിരുന്നു. ബട്ട് ഇറ്റ് വാസ് ക്വൈറ്റ് ഷോക്കിംഗ്. ദ വീക്കെൻഡ് എപ്പിസോഡ് സൺഡേ സ്റ്റാർട്ടഡ് വിത്ത് എൻ എവിക്ഷൻ. സോ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഐ വാസ് തിങ്കിങ് രണ്ടാൾക്കാരായിരുന്നു. ഒന്ന് രേണു സുധി അല്ലെങ്കിൽ മുൻഷി രഞ്ജിത്ത്. സോ മുൻഷി രഞ്ജിത്ത് ഈസ് ദ ഫസ്റ്റ് വൺ ടു ഗെറ്റ് എവിക്റ്റഡ് ഫ്രം ബിഗ് ബോസ് സീസൺ 7 മലയാളം. സോ അത് കഴിഞ്ഞ് നേരെ അടുത്ത പരാതിപ്പെട്ടിയായിട്ട് ലാലേട്ടൻ വന്നു. പരാതിപ്പെട്ടിയിൽ മിക്ക പരാതികളും 90% പരാതി ഈസ് അഗെയിൻസ്റ്റ് അനീഷാണ്, ഫസ്റ്റ് വീക്കിലത്തെ ക്യാപ്റ്റൻ. സോ എല്ലാവർക്കും ഓൾമോസ്റ്റ് സെയിം പരാതി തന്നെയായിരുന്നു. അതിൽ മെയിനായിട്ടുള്ള എടുത്തു പറയേണ്ട ഒരു പരാതി ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ ആദില വേഴ്സസ് അനീഷ്. അവർ കൊടുത്ത പരാതി അഗെയിൻസ്റ്റ് അനീഷ് ആയിരുന്നു. ഡൈനിങ് ടേബിളിൽ അവിടെ നടന്ന കോൺവെർസേഷൻ അത് ഹേർട്ട് ചെയ്തിട്ടുണ്ട് ആദിലനെ. ദർ ആർ സം തിങ്സ് ദാറ്റ് ഒരു പ്രൈവസി എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് അനീഷിനെ അറിയില്ല. സോ അത് ശരിക്കും ആദിലിനെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. ഫാമിലി കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരാൾ എന്തൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നു എന്ന് ആ ആൾക്കേ അറിയൂ. ഒരു തേർഡ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സണോ അല്ലെങ്കിൽ ഒരു തേർഡ് പേഴ്സണോ അത് അറിയില്ല. ഒരുപാട് ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ കുറേ കാര്യങ്ങൾ മെൻ്റലി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ഒരു ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ഫിസിക്കലി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. സോ വി നെവർ നോ വാട്ട് ഈസ് ഗോയിങ് ഓൺ ത്രൂ ദെയർ മൈൻഡ്. സോ അവരുടെ പ്രൈവസിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. പിന്നെ അവരെ എടുത്ത റെസ്പെക്റ്റ്, അല്ല അവരെടുത്ത ഡിസിഷൻസ്, പിന്നെ അവരെ ഫാമിലി കാര്യങ്ങൾ, അതിലൊക്കെ കുറച്ചും കൂടി നമ്മൾ കുറച്ചുകൂടി റെസ്പെക്റ്റ് കാണിക്കണം. അതൊന്നും അനീഷ് ഈ ഒരു ഇതിൽ കാണിക്കുന്നില്ല. അനീഷ് ഈസ് ലൈക്ക് എവ്രിതിങ് ഈസ് എ ഗെയിം. ഓക്കെ, ഗെയിം കളിക്കാനാണ് ബിഗ് ബോസിലോട്ട് വന്നിട്ടുള്ളത്. എവ്രി 19 കോണ്ടസ്റ്റൻസ് ഗെയിം കളിക്കണം ഇൻഡിവിജ്വലായിട്ട്. ബട്ട് ദർ ആർ ഫ്യൂ തിങ്സ് ദാറ്റ് ഹാസ് ടു ബി റെസ്പെക്റ്റഡ്. അത് എവിടെ ആയി കഴിഞ്ഞാലും ഫാമിലി, മറ്റുള്ളവരുടെ പ്രൈവസി, പിന്നെ അവരുടെ ഡിസിഷൻസ്, അത് എപ്പോഴും നമ്മൾ റെസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കണം. സോ ഈ ഒരു ആദില നൂറുടെ പരാതിയിൽ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ അവരുടെ ശരി, അവർ ആ പരാതി പറഞ്ഞിട്ടുള്ളത് അവർ പക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്. അനീഷ് കാണിച്ചത് വളരെ എന്താ പറയുക, ഭയങ്കര ഡിസ്റെസ്പെക്റ്റ്ഫുൾ ആയിരുന്നു. അവരുടെ എന്താണ് ഡിസിഷൻസ്, അവരുടെ ഒരു എന്താ പറയുക, അവരുടെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് ആലോചിക്കാണ്ട് അനീഷ് വെറും ഒരു ഗെയിമർ എന്ന രീതിയിലാണ് അവരെടുത്ത് ബിഹേവ് ചെയ്തതും ആ കോൺവെർസേഷൻ ചെയ്തതും. പിന്നെയുള്ള പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ഓൾ ലൈക്ക് നോർമൽ തിങ്സ്. ലൈക്ക് ഒന്നെന്ന് പറഞ്ഞ, പിന്നെ രണ്ടാം മെയിനായിട്ട് വേറെ എടുത്ത് പറയുന്നത് അനുമോളുടെ ഒരു പരാതി അഗെയിൻസ്റ്റ് അക്ബർ ഖാൻ. ദാറ്റ് വാസ്, അത് ആവശ്യമേ ഉണ്ടായിരുന്നില്ല. ബട്ട് അനുമോൾ ഈസ്, അന്ന് പറഞ്ഞ സംഭവം ശരിക്കും വേറൊരു രീതിയിലായിരുന്നു. ബട്ട് ഇന്ന് ലാലേട്ടൻ വന്നപ്പോൾ അത് വാക്ക് മാറ്റി വേറൊരു രീതിയിലോട്ട് എത്തിച്ച്. അനുമോൾ ആക്ച്വലി കംപ്ലീറ്റ്ലി ഔട്ടാണ്. എന്താ ചെയ്യണമെന്ന് തന്നെ അനുമോൾക്ക് അറിയില്ല. എന്തായാലും കമ്മിങ് വീക്സ് ഷീ വുഡ് ബി സ്ട്രോങ് ആൻഡ് നല്ലപോലെ ഗെയിം കളിക്കട്ടെ. എന്തായാലും അതും ഒരു നോട്ടം ശരിയല്ല എന്നുള്ളൊരു പരാതിയായിരുന്നു പരാതിപ്പെട്ടിയിൽ ഇട്ടത്. നൗ ഇറ്റ് ഹാസ് ബീൻ ക്ലാരിഫൈഡ്. അത് അങ്ങനത്തെ ഒരു രീതിയിലല്ല എന്നാണ് അനുമോൾ ഇപ്പോൾ പറഞ്ഞത്. ബട്ട് അന്ന് എപ്പിസോഡിൽ പറഞ്ഞത് അത് ആ രീതിയിലായിരുന്നു. പിന്നെ എന്താന്ന്, പിന്നെ ഇറ്റ് വെൻ ടു ജയിലിൽ നടന്ന കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ലൈക്ക് ഒരുപാട് റൂൾസും കാര്യങ്ങളൊന്നും റെസ്പെക്ട് ചെയ്യാണ്ട് അപ്പാനി ശരത്തും അനുമോളും ജയിലിൽ ചാടി. ലൈക്ക് ഫുഡ് വാസ് ഷെയർഡ് വിത്ത് ഔട്ട്സൈഡ് മെമ്പേഴ്സ്, അതൊന്നും പാടില്ല എന്ന് ലാലേട്ടൻ പറഞ്ഞായിരുന്നു. ലാസ്റ്റ് 8 ആൾക്കാരായിരുന്നു നോമിനേറ്റ് ആയത് എവിക്ഷനിൽ. അതിൽ ആദ്യം തന്നെ രഞ്ജിത്ത് എലിമിനേറ്റ് ആയി. പിന്നെ ഉണ്ടായിരുന്ന 7 ആൾക്കാരായിരുന്നു. അത് എല്ലാം ലൈക്ക് ടുവേർഡ്സ് ഈ എപ്പിസോഡിലെ എല്ലാ ഒരു കോൺവെർസേഷനിൽ ഓരോ ആൾക്കാരെ സേഫ് ആക്കി വിടുന്നുണ്ടായിരുന്നു ലാലേട്ടൻ. ടുവേർഡ്സ് ദ എൻഡിൽ 2 ആൾക്കാരായിരുന്നു, ഒന്ന് ജിസേൽ ആൻഡ് ഒന്ന് നെവിൻ. നെവിൻ തന്നെ. സോ ലാസ്റ്റ് അവരും സേഫ് ആയിട്ട് തന്നെ ലാലേട്ടൻ പറഞ്ഞു. സോ ഈ ഒരു ഫസ്റ്റ് വീക്കിൽ ഇന്നത്തെ ഡേ 7 ഒരാളാണ് എലിമിനേറ്റ് ആയത്. 7 days വൺ പേഴ്സൺ ഗോട്ട് എലിമിനേറ്റഡ്, ദാറ്റ് ഈസ് മുൻഷി രഞ്ജിത്ത്.
ലാസ്റ്റത്തെ ആ ഒരു ആക്ട് ഉണ്ടല്ലോ, ലൈക്ക് പരാതിപ്പെട്ടിയിൽ എല്ലാ കോണ്ടസ്റ്റൻസും അവരുടേതായുള്ള പരാതി ഓപ്പോസിറ്റ് കോണ്ടസ്റ്റിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു ബട്ട് മുൻഷി രഞ്ജിത്ത് ഇവിടെ പറഞ്ഞ ഒരു പരാതി, ഹീ ഡിൻ റൈറ്റ് എനി, അതായത് ഒരു പരാതിയും ഒരു കോണ്ടസ്റ്റിന്റെ മേലും മുൻഷി രഞ്ജിത്ത് പറഞ്ഞിട്ടില്ല. ആ ഒരു എന്താ പറയുക, ഹ്യൂമാനിറ്റി ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ശരിക്കും ആ ഹാർട്ട്, ദാറ്റ് വാസ് ടു ഗുഡ്. മുൻഷി രഞ്ജിത്ത് ഒരു പ്രത്യേക സിമ്പതി തോന്നി ആ ടൈമിൽ മുൻഷി രഞ്ജിത്തിനോട്. ആക്ച്വലി ഹി വാസ് സോ സൈലന്റ്, അതുകൊണ്ടാണ് മൂപ്പരാൾ ഫസ്റ്റ് തന്നെ എലിമിനേറ്റ് ആയത്. ബട്ട് ഹി വാസ് ഇൻ കിച്ചൺ ടീം, അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഹി ഗോട്ട് എവിക്റ്റഡ്. ബട്ട് ലാസ്റ്റത്തെ ആ ആക്ട്, ആ ഒരു ലെറ്ററിൽ ലൈക്ക് ഒരു കോണ്ടസ്റ്റൻസിന്റെ അടുത്തും ഒരു പരാതി ഇല്ലാന്ന് എഴുതിയ സംഭവം, ദാറ്റ് റിയലി ഷോസ് ഹിസ് ഹാർട്ട്, ഹൗ ഗുഡ് ഹി ഈസ്. ലാസ്റ്റ് പിന്നെ എന്താണ്, ടുവേർഡ്സ് ദ എൻഡ് എപ്പിസോഡിൽ അഗെയിൻ അനീഷ് വേഴ്സസ് ആദില നൂറ കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. അവർ തമ്മിൽ അത് പാച്ചപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അറിയില്ല അത് പാച്ചപ്പ് ആവില്ല എന്ന്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വീട്ടിലത്തെ മിക്ക ആൾക്കാരും അഗെയിൻസ്റ്റ് അനീഷിനെതിരെയാണ്. ഐ തിങ്ക് ദാറ്റ് വിൽ ബ്രിങ് എ പോസിറ്റീവ് ഫോർ അനീഷ് ഇൻ കമ്മിങ് വീക്സ് വോട്ടിൻ്റെ കാര്യത്തിൽ. ബിക്കോസ് ഈ ഒരു സ്ട്രാറ്റജി ഉണ്ടല്ലോ, ഒറ്റപ്പെടൽ സ്ട്രാറ്റജി, അത് ഒരുപാട് വർക്കൗട്ട് ആയിട്ടുണ്ട് മലയാളം ബിഗ് ബോസിൽ. അത് ഇപ്പോഴും ഐ തിങ്ക് സ്റ്റിൽ വർക്കിംഗ്. ആ ഒരു രീതിയിൽ അനീഷിൻ്റെ ഗെയിം വർക്ക് ആവുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു ചിന്താഗതിയിൽ. മാറ്റി പിടിക്കണം, അതർ കണ്ടസ്റ്റൻറ്റ് സ്ട്രാറ്റജീസ് മാറ്റി പിടിക്കണം. അനീഷിനെ എങ്ങനെ വിട്ട് കഴിഞ്ഞാൽ അവർക്ക് തന്നെ ആയിരിക്കും പ്രോബ്ലം ഉണ്ടാവുക. ബട്ട് ദേ ഓൾസോ ഷുഡ് ഹാവ് ഡിഫറെൻറ്റ് ഗെയിം പ്ലാൻ എഗെയിൻസ്റ്റ് അനീഷ്. കാരണം ഇന്നത്തെ ഒരു വീക്കിൽ എനിക്ക് മനസ്സിലായത് 95% contestants stood against Anish and that favored Anish actually in front of audience എന്നാണ് എനിക്ക് മനസ്സിലായത്. സോ ഡേ 7 കഴിഞ്ഞു, നെക്സ്റ്റ് സെക്കൻഡ് വീക്കിലോട്ട് പോകുന്നു. ലാസ്റ്റ് ലാലേട്ടൻ പറഞ്ഞ അതുണ്ടല്ലോ, എവ്രി മൂവ് ക്യാൻ ചേഞ്ച് ദ ഗെയിം. സോ മേക്ക് എ പെർഫെക്റ്റ് മൂവ് ആൻഡ് മേക്ക് എ ഗുഡ് ഗെയിം to attract the audience for more vote. Shubhadinam, good night.